ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഒരിക്കലും വാസ്തവത്തിൽ ഭിന്നിച്ച് ശണ്ട കൂടേണ്ട ആവശ്യമില്ല. അതിപ്പോ ഞാൻ പറയുന്നു, ഒരു സൂചന മാത്രമാണ്. ഒരു വർഗീയതയും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലേ? ഇവിടെ പ്രവാചക സന്ദേശം മാനവികമല്ല. പ്രവാചക സന്ദേശം എന്താണ്? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവരല്ല. ഓ സഹോദരന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണം. ചിലർ പറയാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ച് നേതാക്കളെ കുറിച്ചൊക്കെ അവർ പൊതുകാര്യത്തിൽ യോജിക്കുന്നതിനെതിരാണ്. ഇല്ല ഇല്ല, ഒരിക്കലും പൊതുകാര്യത്തിൽ യോജിക്കുന്നതിന്, പൊതുകാര്യത്തിൽ എല്ലാ മനുഷ്യരും യോജിക്കണം. ഒരു റോഡുണ്ടാക്കണം, അത് പൊതുകാര്യമാണ്, എല്ലാവരും യോജിക്കണം. റോഡുണ്ടാക്കുന്ന കാര്യത്തിൽ പാലം കെട്ടണം, എല്ലാവരും യോജിക്കണം. അങ്ങനെ തുടങ്ങി പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണം. ആർക്കാ തർക്കം? ഒരു തർക്കവും തർക്കണ്ടാൻ പാടില്ല. ഇവിടെ മതം നോക്കരുത്, ഇസം നോക്കരുത്, ആശയം നോക്കരുത്. പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണം. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അതേ സമയത്ത് മതകാര്യത്തിൽ അവനവന്റെ മതത്തിന്റെ ആശയങ്ങൾ അനുസരിച്ച് അവനവൻ ജീവിക്കുന്നു. മുസ്ലിമീങ്ങൾ അവനവന്റെ മതമനുസരിച്ച് തന്നെ ജീവിക്കണം. അത് കൂട്ടിക്കലർത്തിയാൽ പിന്നെ മതമുണ്ടാകൂല. നിങ്ങൾക്ക് സംശയമുണ്ടോ? അമ്പലത്തിൽ പൂജ നമ്പൂതിരിമാര്, മഹർഷിമാര്, ഋഷിമാര് അങ്ങനെ തുടങ്ങിയിട്ട് അവരെ സ്വാമിമാര് നടത്തണം. പള്ളിയിലെ പുതുമയും നിസ്കാരമൊക്കെ മുസ്ലിം പണ്ഡിതന്മാര് നടത്തണം. അവിടെ നമ്മൾ മതത്തിൽ യോജിക്കണമെന്നും പറഞ്ഞിട്ട് ഒരാഴ്ച പള്ളിയിൽ പൂജ നടത്താൻ വേണ്ടി അമ്പലത്തിൽ പോവുക, ഒരാഴ്ച വാങ്ങി കൊടുക്കാൻ വേണ്ടി അപ്പുറത്തെ പൂജ നടത്തുന്ന ആൾ പള്ളിയിൽ വരിക. ഇങ്ങനെയാ പിന്നെ മതം ഉണ്ടാവും, ഒറ്റ മതം ഉണ്ടാവില്ല അല്ലേ? മതകാര്യത്തിൽ യോജിപ്പില്ല. മതകാര്യത്തിൽ ഓരോരുത്തരുടെ മതമനുസരിച്ച് ഓരോരുത്തരും. അമുസ്ലിം സഹോദരന്മാര് ബലിയെറുക്കുന്നു അവരെ അമ്പലത്തിൽ വെച്ച്. അങ്ങനെ ബലിയെറുക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പറയാനൊന്നും അവിടെ പോയിട്ട് അത് കല്ലെറിയാനും അവരെ ആക്രമിക്കാനും പോകാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ അവര് ബലിയെറുത്തത് നമ്മൾ തിന്നാൻ പാടില്ല. അതുകൊണ്ട് ഒരൊറ്റ മുസ്ലിം സഹോദരനും അവര് ബലിയെറുത്തത് നമുക്ക് കൊടുത്തേക്കാറില്ല. കാരണം നമ്മൾ തിന്നൂല എന്നവർക്ക് ഉറപ്പാണ്, നമ്മൾ തിന്നൂല എന്ന് ഉറപ്പാണ്. ഇതേപോലെ തന്നെ നമ്മളും ആകണോ? നമ്മൾ ബലിയെടുത്തു, ഉദഹിയത്തറുത്തു. നമ്മൾ ഉദഹിയത്തറുത്തത് അമുസ്ലിം സഹോദരന്മാർക്ക് കൊടുത്തേക്കാൻ പാടില്ല. അവര് ബലിയെടുത്ത് നമ്മളെ വീട്ടിൽ കൊടുത്തേച്ചാൽ നമുക്ക് അവരോട് ദേഷ്യം പിടിക്കും, നമ്മൾ രോഷാകുലരാകും. നമ്മൾ ബലിയെടുത്ത് അവർക്ക് കൊടുത്തേച്ചാൽ അവർക്ക് രോഷം ഉണ്ടാവൂലേ? നമ്മൾ ബലിയെടുത്ത് നമ്മളെ മതകർമ്മം നിർവഹിച്ച ഈ ബലിയെടുത്ത ഉദഹിയത്തിന്റെ മാംസം അതവർക്ക് കൊടുത്തേച്ചാൽ അവരെ പ്രകോപിപ്പിക്കലാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ഉദഹിയത്തിന്റെ മാംസം മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല, തിന്നിക്കാൻ പാടില്ല. അവര് ബലിയെടുത്ത് നമ്മൾ തിന്നൂല, നമുക്ക് അവർ കൊടുത്തേക്കൂല. കാരണം അത് നമ്മളെ പ്രകോപിപ്പിക്കലാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഈ സുന്ദരമായ മതത്തിന്റെ ആശയം ചിലർ മാറ്റിമറിച്ചു. അവര് പുതിയ ആശയമുണ്ടാക്കി ഉദഹിയത്തറുത്തിട്ട് അതിന്റെ മാംസം മുസ്ലിമിന്റെ വീട്ടിലും അമുസ്ലിമിന്റെ വീട്ടിലും ചിലര് കൊടുത്തേക്കാൻ തുടങ്ങി. അതിന്റെ ഭവിഷ്യത്ത് എന്താണ്? ഭവിഷ്യത്ത് സുഹൃത്തുക്കളെ, വർഗീയത ഉണ്ടാകലാണ്, മതം തകരലാണ്, മതങ്ങൾ തമ്മിൽ അതാ ഭിന്നിപ്പും പ്രശ്നങ്ങളും സൃഷ്ടിക്കലാണ്. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. മതത്തിന്റെ നിയമം മതത്തിന്റെ നിയമമായി തന്നെ പോകണം. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം, നിങ്ങളൊന്ന് നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഒരു മൗലവി വത്തിക്കാനിലേക്ക് പോയിരിക്കുന്നു. വത്തിക്കാനിൽ പോയി വന്നപ്പോൾ അദ്ദേഹം എന്തിനാ പോയത്? ഒരാളെ ദൈവമായി അവരോധിക്കുന്നില്ലേ? ദൈവാവതാരമായി അതാ ഒരാളെ ദൈവാവതാരമായി അവരോധിക്കുകയാണ്.
സുബ്ഹാനല്ലാഹ് ഇത്തഖദു അഹ്ബാറഹും വഅഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളായി അവരോധിക്കുകയാണ് നമ്മുടെ മറ്റു ചില സമുദായത്തിലുള്ള ആളുകൾ, അവരെ പുരോഹിതന്മാരെ. അതൊരിക്കലും ഈ ഖുർആൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഖുർആൻ അംഗീകരിക്കുന്ന പണ്ഡിതനാണെന്ന് പറഞ്ഞു ആ പണ്ഡിതൻ വത്തിക്കാനിൽ പോയിട്ട് ദൈവാവതാരമാക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു വന്നാൽ സ്വീകരണം കൊടുക്കുന്ന രംഗത്തേക്ക് മുസ്ലിം സമുദായം മതപ്പതിക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, മതത്തിന്റെ നിയമം മറികടന്നുകൊണ്ടൊരൈക്യമുണ്ടോ? ഐക്യമുണ്ടായാൽ പിന്നെ ഇവിടെ മതമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി എത്രയോ പറയാനുണ്ട്. ഞാൻ ഉദാഹരണത്തിന് ചില സാമ്പിളുകൾ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പള്ളിയിൽ ഖുത്ബ ഓതാൻ വേണ്ടി നമ്മളൊരു പൂജാരിയെ ക്ഷണിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ മുസ്ലിമേ മറ്റ് മതക്കാരുടെ മതപരിപാടിയിൽ നമ്മൾ പോയി പങ്കെടുക്കാൻ പാടുണ്ടോ? അത് പങ്കെടുത്താൽ അവരുടെ മതം തകർക്കലല്ലേ? നമ്മുടെ പള്ളിയിലേക്ക് അവർ വന്നാൽ നമ്മുടെ മതവും തകരലല്ലേ? അപ്പൊ മതത്തിന്റെ രംഗത്ത് അവരവരുടെ മതമനുസരിച്ച് അവരവർ നീങ്ങുകയെന്നല്ലാതെ അത് കൂട്ടിക്കലർത്തിയാൽ ഇവിടെ മതമുണ്ടാകൂല. മനുഷ്യർക്കിടയിൽ ഐക്യം വേണം. അതിന് മതങ്ങൾ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. മതങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, അതാ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാരുടെ വീട്ടിന്റെയും കടയുടെയും മുമ്പിൽ സ്റ്റാർ തൂക്കുകയാണ്. അവര് തൂക്കി ഒരൊറ്റ സ്റ്റാറിന്റെ നൂലും നമ്മൾ പോയി അറ്റിക്കാൻ പാടില്ല, അറുത്ത് കളയാൻ പാടില്ല. അത് വർഗീയത ഉണ്ടാക്കലാണ്, അത് ഭീകരവാദമാണ്, പാടില്ല. അതേ സമയത്തോ നമ്മളങ്ങനെ നമ്മളെ വീട്ടിന്റെ മുമ്പിൽ ഒരു സ്റ്റാർ തൂക്കിയാൽ, നമ്മളെ കടയുടെ മുമ്പിൽ ഒരു സ്റ്റാർ തൂക്കിയാൽ നമ്മളെ കടയിലേക്ക് കയറിയവന് സലാം ചെല്ലാൻ ധൈര്യം കിട്ടൂല. ഇതൊരു ചേട്ടന്റെ പറയാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മളെ മതത്തിന്റെ ആചാരങ്ങളില്ലാതെ പോകും. അതിനാൽ നമ്മളൊട്ടത് തൂക്കാനും പാടില്ല. മതത്തിന്റെ നിയമങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ മതത്തിന്റെ നിയമമാണ്. അതനുസരിച്ച് തന്നെ നീങ്ങേണ്ടതാണ്. കൂട്ടിക്കലർത്താൻ പാടില്ല. ഓണം വരുമ്പോൾ ഓണത്തിന്റെ ദിവസം അതിന്റെ പിന്നിൽ കുറെ ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളൊന്നും ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ഇത് അൽബിദായത്ത് വന്നിഹയിലോ താരീഖുൽ മുലൂക്കിലോ അൽ-ഇസാബയിലോ അങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥത്തിലുള്ളതല്ല. ഏതോ ഒരു ഐതിഹ്യം സുബ്ഹാനല്ലാഹ് തലയിൽ കാല് വെച്ച് അളന്നുപോൽ ഭൂമിയിലേക്ക് താഴ്ന്നുപോൽ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ഐതിഹ്യങ്ങൾ. അതിന്റെ പേരിൽ ഒരു ഓണം വരുമ്പോ ആ ഓണത്തിന്റെ സമയത്ത് ചില ആചാരങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. അവരവരുടെ ആചാരം നടത്തുന്നതിൽ നമ്മളൊന്നും പറയേണ്ടതോ അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടതോ അതിന് ചീത്ത പറയേണ്ടതോ പാടുള്ളതല്ല. മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ പോലും ചീത്ത പറയരുതെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ദിവസം ഒരക്ഷരം മിണ്ടാതെ വലിയ താടിയും കോലവും ഒക്കെ ആക്കിയിട്ട് അതാ ഓണത്തിന്റെ ദിവസം ഇങ്ങനെ ടൗണിലൂടെ നടക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു മതത്തിന്റെ ആചാരമാണ്, നമ്മുടെ മതത്തിന്റെ ആചാരമല്ല. ഇവിടെ എന്തായാലും പറയാ, ഞങ്ങളാട്ട് ഓണപ്പട്ടെന്നാ പറയാ. ഓണപ്പട്ടെന്നോ ഓണപ്പട്ടെന്നോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് പറയല്. ഇവിടെ ഓണത്തിന്റെ മിണ്ടൂല, കുറെ സമയത്തേക്ക് മിണ്ടൂല. ആ തൊപ്പി എടുത്ത് വെച്ചാലേ മിണ്ടുള്ളൂ. അങ്ങനത്തെ ഒരാളിൽ ഇങ്ങനെ പോകുന്നതാണ്. ഇല്ല, ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നൊരു പരിപാടി അങ്ങനെ പോവും, മിണ്ടൂല. അപ്പൊ ചില കുട്ടികളും വികൃതിയുള്ള ചില കുട്ടികളും ഇയാൾക്ക് ഈ തൊപ്പിയെടുത്ത് നേരെ മിണ്ടാൻ പാടില്ല എന്നാണ് നിയമം. അപ്പൊ ചില കുട്ടികൾ പോയിട്ട് തല്ലും, ചിലരും ചീത്ത പറയും, പാടില്ല. അവരുടെ ആചാരം അവർ നടത്തുന്നു, അത് നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. അവർ സ്വതന്ത്രമായി ചെയ്തുകൊള്ളട്ടെ. അതേ സമയത്ത് നമ്മൾ അതിൽ പങ്കെടുക്കാനും പാടില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർക്കുകയാണ്, വടകരയിൽ പുറത്ത് കുഞ്ഞിപ്പള്ളിക്കടുത്ത്
ഒരു സ്ഥലത്ത് ഒരാള് ഓണപ്പട്ടന്റെ വേഷം ധരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തി. മഹാനായ മർഹൂം ശംസുൽ-ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ശക്തമായി അതിനെ എതിർത്തപ്പോൾ അയാൾ മുജാഹിദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പണ്ഡിതന്മാർക്ക് മതം പറയാതിരിക്കാൻ പറ്റുമോ സഹോദരന്മാരെ? പണ്ഡിതന്മാർക്ക് മതം പറയാതിരിക്കാൻ പറ്റുമോ? അതേ സുന്നി മുജാഹിദാവൂന്ന് മനസ്സിലാക്കിയിട്ട് മതം പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം അവര് പഠിച്ച മതം ഹക്കായി പറയലാണ്. അത് നെഞ്ഞൂക്കോടെ പറയുന്ന പണ്ഡിതനാകണം. അവിടെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. അവനവന്റെ മതം പറയുന്നതിനാർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇരിക്കട്ടെ, മുസ്ലിമീങ്ങൾ അത്തരം പരിപാടിയിൽ പങ്കെടുക്കരുത്. ഇതുപോലെ ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങളെ മതമനുസരിച്ച് തന്നെ നീങ്ങണം. പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണം. അവിടെ മതം നോക്കണ്ട, പാർട്ടി നോക്കണ്ട, സംഘടന നോക്കണ്ട. മതത്തിന്റെ കാര്യത്തിൽ അവനവന്റെ മതമനുസരിച്ച് ജീവിച്ചോളണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചില്ലേ ഒരു ദിവസം? എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, അതേ പഴയ നിയമം വായിച്ചതാണ്. പഴയ നിയമം വായിക്കാനല്ലല്ലോ നമ്മളോട് കൽപ്പിച്ചത്, ഖുർആൻ ഓതാനാണ്. ആ ഖുർആൻ ഓതുന്നതിന് പകരം പഴയ നിയമം എടുത്തു വായിച്ചപ്പോൾ അവിടുത്തേക്ക് ദേഷ്യം പിടിച്ചു. കാലിന്റെ മുട്ട് നിലത്ത് കുത്തി. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. നബി തങ്ങൾ കൊണ്ടുവന്ന ദീന് പൊരുത്തപ്പെട്ടുവെന്നും അവിടുത്തെ റസൂലായി പൊരുത്തപ്പെട്ടുവെന്നും അല്ലാഹുവിനെ അതാ റബ്ബായി പൊരുത്തപ്പെട്ടുവെന്നും പ്രഖ്യാപിച്ചപ്പോഴേ അവിടുത്തെ വെറുപ്പ് ശമിച്ചിട്ടുള്ളൂ. ഓ സുഹൃത്തുക്കളെ, ഇപ്പൊ സംസാരിക്കുന്നില്ല. അല്ലാഹു ആരി ഇസ്ലാം എന്ത് എന്ന് എന്റെ CD കേൾക്കാത്തവരൊക്കെ ഒന്ന് കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധീരമായി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ലോകത്തൊരിക്കലും പരസ്പരം കാഫിറാക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് ലോകമൊട്ടാകെ പരസ്പരം കാഫിറാക്കുന്ന ഒരു ലോകമാണ്. എന്തിന് കാഫിറാക്കണം എന്ന എന്റെ പുതിയ CD ഉണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ലോക മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറാക്കി ഇപ്പോൾ ഭിന്നിച്ച് പരസ്പരം അതാ കാഫിറാക്കിയവർ പരസ്പരം കാഫിറാക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ഭിന്നതകളുണ്ടോ അവിടെയെല്ലാം അടിസ്ഥാന കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നയത്തിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഭീകരവാദം പഠിപ്പിച്ചില്ല, തീവ്രവാദം പഠിപ്പിച്ചില്ല, അക്രമം പഠിപ്പിച്ചില്ല, നാശമുണ്ടാക്കുന്നത് പഠിപ്പിച്ചില്ല, ഭിന്നിപ്പുണ്ടാക്കുന്നത് പഠിപ്പിച്ചില്ല. മറിച്ച് തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗം ലഭിക്കണോ? നാശം കൊതിക്കരുത്, സ്ഥാനം കൊതിക്കരുത്, ദുനിയാവിന്റെ പൂജകരാകരുത്, അഹങ്കാരികളാകരുത്, അസൂയക്കാരാകരുത്. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. അല്ലാഹ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ലാഹു മാത്രമേ തടയുന്നവനുള്ളൂ, അല്ലാഹ് മാത്രമേ അധികാരമുള്ളവനുള്ളൂ. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അവന്റെ ഭൂമിയിലൊരു പാപപ്പെട്ട അടിമയാണ് ഞാനെന്ന ബോധത്തോടെ അല്ലാഹു ആർക്കെന്ത് കൊടുത്താലും, അത് മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഏത് മതക്കാരനോ, ഏത് പാർട്ടിക്കാരനോ, ഏത് സംഘടനക്കാരനോ, ഏത് കക്ഷിക്കല്ല എന്ത് കൊടുത്താലും അതിൽ മനസ്സിൽ പ്രതിഷേധമില്ലാതെ, ആ പ്രതിഷേധമല്ലേ അസൂയ എന്ന് പറയുന്ന രോഗം, ആ രോഗമില്ലാതെ പടച്ചറപ്പിന്റെ തീരുമാനങ്ങളിൽ തൃപ്തി നേടിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സുതിരിച്ച് എനിക്ക് ഈ ഭാലം മലായികത്ത് വന്ന് എന്നെ സമാധാനിപ്പിക്കും
ിക്കുന്ന വിധം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന അവിടെയാണ് മനുഷ്യന്റെ വിജയം. അല്ലാഹുവേ, ആ വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇനി ഞാൻ മറ്റൊരു ഭിന്നതയെ സംബന്ധിച്ച് ഒരൽപ്പം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റുന്നൊരു 3 സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. ഓ സമുദായമേ, മുസ്ലിം ഉമ്മത്തുകളെ, കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും മഹത്തായ സമുദായമാണിത്. ഖുർആനാണിത് പറഞ്ഞത്. ആ ഖൈർ ഇവിടെ നിലനിൽക്കണമെങ്കിൽ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ നല്ല കാര്യം പരസ്പരം ഉപദേശിക്കണം, ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം. ഇല്ലെങ്കിലോ ഈ സമുദായത്തിന്റെ പരിമളം നഷ്ടപ്പെട്ടു പോകും, ഈ സമുദായത്തിന്റെ ഭംഗി തകർന്നു പോകും. ഈ സമുദായം ഭിന്നിച്ചു പോയാൽ ഈ സമുദായം തകർന്നു പോകും. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അനാവശ്യമായ ഭിന്നതകൾ നിങ്ങൾ നോക്കൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ഒരു പുതിയ ഭിന്നത. എന്താ ഭിന്നത? ഒരു കൂട്ടർ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണം നടത്തേണ്ടത് ആദ്യം തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് ആയിരുന്നു, അബൂബക്കർ അല്ല. നിങ്ങൾ നോക്കൂ, ഈ ചർച്ച കൊണ്ട് എന്താ കാര്യം? ഈ ചർച്ച കൊണ്ട് സമുദായത്തിൽ എന്താ കാര്യം? കാരണം അലി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. നേരത്തെ 3 ഖുലഫാക്കളുടെ കാലം കഴിഞ്ഞുപോയി. ഇപ്പൊ ഒരു ചർച്ചയാണ് ആദ്യം ആരായിരുന്നു ഭരിക്കേണ്ടത്. എന്താ ചർച്ച കൊണ്ട് കാര്യം? സമുദായം ഭിന്നിക്കുമെന്നതല്ലാതെ എന്ത് കാര്യമാണ്? പക്ഷേ ആ ഭിന്നത നിങ്ങൾ നോക്കൂ. ഇന്നും ഇറാഖിൽ എന്താ പ്രശ്നം? ഫലസ്തീനിൽ എന്താ പ്രശ്നം? അഫ്ഗാനിസ്ഥാനിൽ എന്താ പ്രശ്നം? മുസ്ലിം ഉമ്മത്ത് പൊട്ടിത്തെറിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഈ അനാവശ്യമായ ചർച്ച. അടുത്ത കൊല്ലമാര് ഭരിക്കണമെന്നല്ല, ഇപ്പോൾ ആര് ഭരിക്കണമെന്നല്ല, ഇന്നും നിലനിൽക്കുന്നു ആ വിവാദം. 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ആദ്യം ഭരിക്കേണ്ടത്? അതിപ്പോ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ലാത്ത ഈ ചർച്ച കാരണത്താൽ ഇന്നും മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സർവ്വ അവസരങ്ങളും ഉണ്ടായത് ഈ ഷിയാക്കളുടെ തർക്കമല്ലേ, ഭിന്നതയല്ലേ? എന്റെ മുസ്ലിം ചെറുപ്പക്കാരൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എത്രയോ സഹാബത്തിനെ ആക്രമിക്കുകയും സഹാബത്തിന്റെ മക്കളെ കൊന്നുകളയുകയും സ്ത്രീകളെ ആ വയറ്റിൽ കുത്തിയിട്ട് കുഞ്ഞുമക്കളെ അടക്കം കൊന്നുകളയുകയും എന്തിനധികം പറയണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലും കൊന്നുകളഞ്ഞില്ലേ? ഭവിഷ്യത്ത് ഭിന്നതയല്ലേ? ഭവിഷ്യത്തിന്റെ ഉത്തരവാദി ആര്? സഹാബത്തല്ല, ഇമാമീങ്ങളല്ല. ശരിയായ മുസ്ലിമീങ്ങളും സഹാബത്ത് ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് ഖവാരിജുകളെന്ന് പറയുന്ന പുത്തനാശയക്കാർ വാദിച്ച് സഹാബത്തിനെ മുശ്രിക്കാക്കി ചിത്രീകരിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ അടക്കം കൊന്നുകളഞ്ഞു. ഖവാരിജിന്റെ ഭിന്നിപ്പ്, ആ ഭിന്നിപ്പ് കൊണ്ട് എത്ര നാശമാണ് ഈ സമുദായത്തിൽ ഉണ്ടായത്? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ആ ഖവാരിജിനോട് കൂടെ റാഫിളത്ത് എന്ന് പറയുന്ന വേറൊരു കക്ഷികൾ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. ആ ഭിന്നിപ്പിന്റെ ഭവിഷ്യത്ത് എത്രയാണ്? അവരുടെ വാദങ്ങൾ എന്താണ്? അവരുടെ വാദം മഹാനായ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, മുൻഗാമികളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. അവരതാ പരിശുദ്ധ ഖുർആനിലേക്ക് ഡയറക്റ്റ് കടന്നു ചെന്നു. എല്ലാവരും ഓതുന്ന ഖുർആനാ. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ മുഴുവൻ കക്ഷികൾ ഓതുന്ന ഖുർആനാ. ഖവാരിജുകൾ ഓതിയത് ഖുർആനാ. അതേ ഇബ്നു അബീ ത്വാലിബ് കൊന്ന കക്ഷികൾ അവരെ തെളിവായിട്ട് ഓതിയത് ഖുർആനാ. ഖുർആൻ ഡയറക്റ്റ് കടന്നു ചെന്നു. സഹാബത്തിന്റെ വിവരണം അംഗീകരിച്ചില്ല.
അയിമ്മത്ത് മുജ്തഹിദുകളുടെ വിവരണം അംഗീകരിച്ചില്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊന്നു നോക്കൂ. റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി വന്നിട്ട് എന്ന് പറഞ്ഞു, അതാ പടച്ചവന് 2 കൈയുണ്ട്, ആ 2 കൈയും വലത്താണ് ഒരു ദിവസം പറഞ്ഞു. അങ്ങനെ അതിനെ ഒരു ഹദീസും ഖുർആനും ഉദ്ധരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവർക്ക് കിട്ടി അതാ വേറൊരു ഹദീസ്. അപ്പൊ അവര് പറഞ്ഞു അല്ലാഹു ഇടത്തും കൈയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എത്ര മുസ്ലിമീകളെ മനസ്സിലാണ് വിശ്വാസം തകർന്നു പോയത്. പടച്ചവനെ ഒരു സൃഷ്ടിയെപ്പോലെ അവര് ചിത്രീകരിച്ചു. റാഫിളത്ത്, ആ റാഫിളത്ത് തന്നെ ഇമാമികൾ രേഖപ്പെടുത്തിയില്ലേ, പടച്ചവനൊരു സിംഹാസനത്തിന്റെ മേലെ ഇരിക്കുകയാണല്ലോ, അതാ 1-ാം ആകാശത്തിലേക്ക് രാത്രി സമയത്ത് ഇറങ്ങി വരുമെന്നും വാദിച്ചു. ഒരു ശാസ്ത്രീയ ചിന്തയും അവർക്കുണ്ടായില്ല. അവര് പറഞ്ഞു രാത്രി 3-ൽ മാത്രം അവശേഷിക്കുന്ന സമയമായാൽ പടച്ചവൻ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. സുബ്ഹാനല്ലാഹ്, എത്ര ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളെ മനസ്സിലാണ് ഈ കാരണം കൊണ്ട് ഈമാൻ തെറ്റിപ്പോയത്. എന്തുകൊണ്ട്? രാത്രിയുടെ 1/3 എന്ന് പറയുന്നത് അത് ഇവിടെ 1/3 ഒരു സെക്കൻഡ് ആകുമ്പോൾ അതിന്റെ അപ്പുറത്ത് 1/3, പിന്നൊരു സെക്കൻഡ് ആകുമ്പോൾ അതിന്റെ അപ്പുറത്ത് 1/3. അങ്ങനെ രാത്രിയുടെ 1/3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അർദ്ധരാത്രി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു സ്ഥലത്ത് പിന്നെ ഒരു സ്ഥലത്ത് പിന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഈ ഉരുണ്ട ഭൂമിയില് ഓരോ സമയത്തും രാത്രി 3-1 അപ്പൊ പടച്ചവൻ ആകാശലോകത്തിലേക്ക് ഈ പറഞ്ഞ കക്ഷികളെ വാദമാണ്. രാത്രിയുടെ 3-1 അവശേഷിക്കുമ്പോ അല്ലെങ്കിൽ അർദ്ധരാത്രിയാകുമ്പോ പടച്ചവൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളെ മനസ്സിൽ പടച്ചവനെ കുറിച്ച് അതാ വിശ്വാസം വന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ പടച്ചവൻ എങ്ങനെ ഇറങ്ങുക? കാരണം അന്നിങ്ങനെ കറങ്ങേണ്ടി വരൂലേ, പിന്നെ ഇറങ്ങാൻ ആകാശത്ത് പടച്ചവൻ എവിടെ? അപ്പൊ ആകാശത്താണെന്ന് പറഞ്ഞ കക്ഷികളാണ് പറയുന്നതും. എത്ര ജനങ്ങളെ ഈമാനാണ്. പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന വാദം, മനസ്സിന്റെ മേലെ ഇരിക്കുന്നു എന്ന വാദവും, പടച്ചവൻ ഇറങ്ങുന്നു എന്ന വാദവും, പടച്ചവന് കൈകളുണ്ടെന്ന വാദവും കൊണ്ട് എത്ര ആളെ ഈമാനാണ് റാഫിളത്ത് നശിപ്പിച്ചിട്ടുള്ളത്. ആ റാഫിളത്ത് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വാദിച്ചൊരു വാദം നിങ്ങൾക്കറിയില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് മുഴുവനും പിഴച്ചുപോയി. അവരെ വാദമാണ്. അതിനവര് പറഞ്ഞാൽ എന്താണ് കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു മതകാര്യവും ചെയ്യാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഭരണമേറ്റെടുത്തപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം സ്വീകരിച്ചു. സഹാബത്തിന്റെ ഏകോപിതമായ അഭിപ്രായം സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി എഴുതി വെച്ചു. അതൊരു മതകാര്യമാണ്, ഒരു ഭൗതിക കാര്യമല്ല. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നു, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു മതകാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉമറേ? അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, വല്ലാഹി ഇത് ഖൈറായ കാര്യമാണ്. ഖൈറായ കാര്യം ചെയ്യണമെന്ന് ഖുർആൻ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇത് ഖൈറാണോ അല്ലേ നോക്കിയാൽ പോരെ? ഇതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്യുന്നതിന് നമ്മളതിന് സംശയിക്കണം. നല്ല കാര്യം ചെയ്യണമെന്ന് ഖുർആൻ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞതല്ലേ? വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. അങ്ങനെ തുടങ്ങി എത്ര കാര്യം ചെയ്യണം, നല്ല കാര്യം ചെയ്യണം. ഇതൊരു നല്ല കാര്യം നോക്കിയാൽ പോരെ? നല്ല കാര്യമാണ്. നബിനെ ചെയ്തൂടെ? എല്ലാ സഹാബത്തും ഈ അടിസ്ഥാന തത്വം അംഗീകരിച്ചുകൊണ്ടാണ് ഖുർആൻ 32 ചട്ടയുടെ ഉള്ളിൽ ആദ്യമായി എഴുതി വെച്ചത്. അതിന്റെ കോപ്പിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുത്ത് വിതരണം ചെയ്തത്. അതിന്റെ കോപ്പികൾ അച്ചടിച്ചാണ് ഇന്ന് നമ്മൾ ഖുർആൻ മുസ്ഹഫ് നോക്കി ഓതുന്നത്. ആ മുസ്ഹഫ് നോക്കി ഓതുന്നത് സുന്നത്താണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, കാണാതെ പാഠമുള്ള യാസീൻ ഓതുമ്പോഴും
മുസ്ഹഫ് നോക്കിയോതലാണ് പുണ്യമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് 30 ജൂള്ള മുസ്ഹഫ് നോക്കിയതിൽ ഏർപ്പാടില്ല. അന്നൊരൊറ്റ മുസ്ഹഫും അച്ചടിച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ച ഒരൊറ്റ മുസ്ഹഫും ഇല്ല. ഇതിൽ തർക്കത്തിന് അവകാശമില്ല. ബുഖാരിയിലെ ഹദീസാണ്. പക്ഷേ അതിനെ ലോകത്തുള്ള മുസ്ലിം കൂട്ടായ്മ മുഴുവനും അംഗീകരിച്ചുവെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ച അനൈക്യത്തിന്റെ കക്ഷികൾ റാഫിദുകളതാ ുള്ള മുഴുവൻ ആളുകളും ഖുർആൻ ഒന്നായി എഴുതി വെച്ച് അത് നോക്കി ഓതുന്നതിനാൽ ബിദ്അത്ത് ചെയ്ത മുബ്തദികളാണ്, പുത്തനാശയക്കാരാണ്, അനാചാരികളാണ്. കാരണം ഇസ്ലാമിൽ ഇല്ലാത്ത പുതിയതുണ്ടാക്കിയാൽ അത് ലഅനത്തിന് പാത്രമാണ്, അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ച് ഈ നല്ല കാര്യം ചെയ്ത യും താബീങ്ങളെയും മുസ്ലിം കൂട്ടായ്മയെ മുഴുവനും റാഫിദത്ത് തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ആ റാഫിദത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ പടച്ചവന് കയ്യും കാലുമുണ്ട്, അവയവങ്ങളുണ്ടെന്ന് വാദിച്ചു. പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്ന് വാദിച്ചു. പടച്ചവൻ കയറുന്നു ഇറങ്ങുന്നു എന്ന് വാദിച്ചു. അവരെന്ത് ചെയ്തു? അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. എന്നാൽ അവർക്കെതിരെ വേറൊരു കക്ഷി വന്നു. ആ കക്ഷിയാണ് ജഹ്മിയ്യത്ത്, മുഅ്തസിലത്ത്. ആ കക്ഷികൾ എന്ത് ചെയ്തു? അവര് പറഞ്ഞു പടച്ചവൻ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുകയാണ്. അതേ പാലില വെണ്ണ പോലെ പടച്ചവൻ പരന്നു കിടക്കുകയാണ്. പടച്ചവനില്ലാത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് വാദിച്ചു. അതേ നേരത്തെ പറഞ്ഞ കക്ഷികൾ ഓതിയത് ഖുർആനാണ്. അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇവരോതിയതോ ഇവരും പോകുന്നത് ഖുർആനാണ്. വല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർളി യഅലമു സിർറക്കും വജഹറക്കും വയഅലമു മാ തക്സിബൂൻ വഹുവല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർളി. ഈ ആയത്ത് ഓതിയിട്ട് ഈ കക്ഷികൾ പറഞ്ഞു പടച്ചവനെല്ലാ ആകാശഭൂമികളിലൊട്ടാകെ പരന്നു കിടക്കുകയാണ്. രണ്ട് കൂട്ടരും ഓതുന്നത് ഖുർആനാണ്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞു മക്കളെ, നിങ്ങൾ ഈ ഖുർആൻ ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് പടച്ചവനെ കുറിച്ച് അവിശ്വാസം പ്രചരിപ്പിക്കല്ല. പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നവനല്ല, പടച്ചവൻ പരന്നു കിടക്കുന്നവനല്ല, പടച്ചവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇന്നല്ലാഹ ഒരു മുസ്ലിമിനോട് സംശയമില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ? അല്ലാഹു ഉള്ളവനായി തന്നെ ഉണ്ട്. അവനില്ലാത്ത ഒരു സമയവും മുൻകടന്നിട്ടില്ല. അവരുള്ളതിന് തുടക്കമില്ല. ഉള്ളവനാണെന്നതിന് തുടക്കമില്ല. അതുകൊണ്ട് പടച്ചവനെ നിങ്ങൾ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അർശിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ അർശി എന്നത് നേരത്തെ ഉള്ള സാധനമല്ല, പടച്ചവൻ ഉണ്ടാക്കിയിട്ടുണ്ടായ ഒരു സൃഷ്ടിയാണത്. അല്ലാഹുവിൽ ഒരു സൃഷ്ടിയിലേക്കും ആവശ്യമില്ല. അല്ലാഹു സമദ്. അതേ ലം യകുൽ ലഹു കുഫുവൻ അഹദ്. പടച്ചവനോട് തുല്യനായി ആരുമില്ല. അല്ലാഹുവിനോട് തുല്യമായി ഒന്നുമില്ല. അതുകൊണ്ടൊരു സ്ഥലത്ത് നിൽക്കുക, അല്ലെങ്കിൽ പരന്നു കിടക്കുക, അതൊക്കെ സൃഷ്ടികളുടെ ഗുണങ്ങളാണ്. സത്താവായ പടച്ചവന് സ്ഥലങ്ങളെ മുഴുവനും പടക്കുന്നതിന് മുമ്പ് തന്നെ അവനുണ്ട്. ആകാശങ്ങൾ അവനുണ്ടാക്കിയിട്ടുണ്ടായതാണ്, ഭൂമി അവനുണ്ടാക്കിയിട്ടുണ്ടായതാണ്, അർശ് അവനുണ്ടാക്കിയിട്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്ഥലകാലതീതനാണ്. അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. സുബ്ഹാനഹു ഹുവ വാഹിദുൽ ഫർദുൽ വിത്ർ മുനസ്സഹുൻ അമ്മാല ബാലിൽ ഖഫർ അന്നൈന കൈഫ തതനസ്സഹുൽ ഖദർ. ബഹുമാനപ്പെട്ടവർ കാലുകളിൽ പാടിയില്ലേ? ലോകത്തുള്ള മുഴുവൻ ഇമാമികളും പറഞ്ഞില്ലേ? പടച്ചവനങ്ങനൊരു സ്ഥലത്തിന്റെ പ്രശ്നമേ ഇല്ല. സ്ഥലങ്ങൾ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അന്നും അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ശേഷവും സ്ഥലത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല സ്ഥലകാലതീതനാണ്. ഇത് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്താനാണ്.
പക്ഷേ രണ്ട് കക്ഷികൾ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് റബ്ബിലുള്ള വിശ്വാസം തകർക്കാൻ ശ്രമിച്ചു. ഓ മുസ്ലിമീങ്ങളെ, ഇതുപോലെ നിങ്ങൾക്ക് കാണാം. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞൊരു കക്ഷി വന്നു. അവര് വന്നിട്ട് പറഞ്ഞു ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ വചനമല്ല. സുബ്ഹാനല്ലാഹ്. ഇമാമിങ്ങൾ അതിനെ എതിർത്തപ്പോൾ ഇമാമിങ്ങളെ തലവെട്ടാൻ അവർ വിധിച്ചു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അവർ ജയിലിലടച്ചു. അഹ്മദ് ബിൻ നസ്ർ അൽ-ഖുസായി റളിയല്ലാഹു അൻഹു അൻഹുവിന്റെ തല അവർ വെട്ടിയെടുത്തു. വലിയ മഹാനായ വലിയാണത്, വലിയ ഇമാമാണത്. സുബ്ഹാനല്ലാഹ്. മുഅ്തസിലത്ത് എന്ന കക്ഷിയുടെ വാദത്തിൽപ്പെട്ടതാണ്. ഔലിയാക്കൾക്ക് കറാമത്തില്ല, ഔലിയാക്കൾക്ക് മറിഞ്ഞ കാര്യം അറിയാൻ കഴിയൂല, പടച്ചവനെ സ്വർഗത്തിൽ വെച്ച് പോലും കാണാൻ കഴിയൂല. ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, സത്യമാണ്. ഇങ്ങനത്തെ ഒരുപാട് വാദങ്ങളുണ്ട് അവർക്ക്. ഖബറിൽ അദാബില്ല. ഇത്തരം വാദം ഉന്നയിച്ച മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷി, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച ആ കക്ഷി, സുഹൃത്തുക്കളെ, അഹ്മദ് ബിൻ നസ്ർ അൽ-ഖുസായി എന്ന പണ്ഡിതൻ അതിന് കൂട്ടുനിൽക്കാത്തതിനാൽ തല വെട്ടിയെടുത്തപ്പോൾ മഹാനവറുകളുടെ തല മറമാടുന്നതുവരെ ഖുർആൻ ഓതുന്നു. ആ കറാമത്ത് കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല, ഔലിയാക്കളുടെ കറാമത്തിന് വിശ്വസിച്ചില്ല. ചിലർ പറയും തെളിവ് കിട്ടിയാൽ ഞാൻ ശരിയാവും, തെളിവ് കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കും. അല്ലാഹ് പടച്ചവൻ വെളിച്ചം കൊടുക്കാണ്ട് തെളിവ് കിട്ടും. എത്ര തെളിവ് കിട്ടിയാലും അല്ലാഹു തആല സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കാതെ നന്നാവൂല. അല്ലാഹു നീ എല്ലാവരെയും നന്നാക്കി തരണം റഹ്മാനേ. പടച്ചവൻ നന്നാക്കണം, അല്ലെങ്കിൽ എന്ത് തെളിവ് കാര്യം. അത് കണ്ടിട്ടും, ഈ കറാമത്ത് കണ്ടിട്ടും മുഅ്തസിലത്ത് നന്നായില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഓ സുഹൃത്തുക്കളെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇത്തരം രംഗങ്ങളിലൊക്കെ എന്ത് ചെയ്തു? അവർ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം അത് സഹാബത്തിന്റെ വിവരണ സഹിതം, അതേ മുജ്തഹിദുകളായ ഇമാമികളെ വിവരണ സഹിതം ഉമ്മത്തിന് പ്രചരിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുഴുവൻ ഇമാമികളും അവരെ കാലശേഷം ഇമാം അൽ-ഹറമൈനി, ഇമാം ഗസാലി, ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി, ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി, സയ്യിദ് മഖ്ദൂബ് തങ്ങളടക്കം, ഉമർ ഖാദി അടക്കം, മമ്പർത്ത തങ്ങളടക്കം എല്ലാ മഹാന്മാരും അതാ സുന്നത്ത് ജമാഅത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ, നബി തങ്ങൾ പഠിപ്പിച്ച നയം, നബി തങ്ങൾ പഠിപ്പിച്ച ആശയം വൽ ജമാഅ, അതേ ഐക്യത്തിന്റെ രാജപാത. അൽ ജമാഅ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂട്ടായ്മ എന്നാണ്. അങ്ങനെ ഇസ്ലാമിന്റെ കൂട്ടായ്മ, മുസ്ലിമീങ്ങളെ കൂട്ടായ്മ, ആ കൂട്ടായ്മ മുറുകെ പിടിച്ചുകൊണ്ട് അതാ ഇമാമികൾ ദീനീ പ്രചരണം നടത്തി. പക്ഷേ ആ ഇമാമികൾ മുശ്രിക്കീകളാണ്, കാഫിരീകളാണെന്ന് പുത്തനാശയക്കാര് വിധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണെന്ന് ഖവാരിജ് വിധിച്ചു. അതുപോലെ തന്നെ അഹ്മദ് ബിൻ നസ്ർ അൽ-ഖുസായി തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളുമൊക്കെ മുശ്രിക്കാണെന്ന് മുഅ്തസിലത്ത് വിധിച്ചു. ഇന്നാ ലില്ലാഹ്. കഴിഞ്ഞുപോയ ഏതെല്ലാം പുത്തൻവാദികളുണ്ടോ അവരെല്ലാം മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് വാദിച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ശല്യവുമില്ലാതെ സന്തോഷകരമായ ചുറ്റുപാടിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് തുടരുമ്പോൾ ഈ രാജ്യത്തും കൊണ്ടുവന്നു ഭിന്നിപ്പിന്റെ ബുദ്ധി. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്ന് പഠിപ്പിച്ച ദീൻ, മാലിക് ഇബ്നു ഹബീബ് തങ്ങൾ വന്ന് പഠിപ്പിച്ച ദീൻ, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ദീൻ എന്തൊരൈക്യത്തിന്റെ ദീനാണ്. ഭിന്നതയുടെ പ്രശ്നമേ ഇല്ല. മക്കയിലും മദീനയിലും ജുമഅ നിസ്കാരം ഇന്ന് നടന്നു. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഇവിടെ ഞാൻ മംഗലാപുരത്താണ് ജുമഅക്ക് വേണ്ടിയത്.
ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, മംഗലാപുരത്ത് 2 ബാങ്ക് ജുമഅക്ക് വിളിച്ചു, ഇവിടെ 2 ബാങ്ക് വിളിച്ചു, മക്കയിലും മദീനയിലും മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും 2 ബാങ്ക് വിളിച്ചു. 2 ബാങ്ക് വിളിച്ചുകൊണ്ട് ജുമഅ നടന്നു. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അതേ ജുമഅ ഈ കേരളത്തിൽ 1400ഓളം കൊല്ലം നടന്നു. ഒരു കൂട്ടര് പറഞ്ഞു ഐക്യസംഘം വേണോ, ഐക്യുണ്ടാക്കാൻ വേണ്ടി എന്ത് വാദിച്ചു? ജുമഅക്ക് 2 ബാങ്ക് വിളിച്ച സഹാബത്ത് പിഴച്ചുപോയി. 916 നമ്പർ ഹദീസാണ് ബുഖാരിയിൽ. ഏഴാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജിന് പോയ സഹാബി സഅദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഒന്നിലും അത് ഉദ്ധരിക്കുന്നു. 2 ബാങ്ക് ജുമഅക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഒരു ശാഫിഈ ഇമാമിനും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. സഹാബത്ത് പറഞ്ഞത് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അതെ ഇവിടെ തന്നെ ഞാൻ പറയട്ടെ, ഫറൂഖ് ചുങ്കത്തൊരു പള്ളി എന്ന പേരിൽ ഒരു ബിൽഡിംഗ്, അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളൊന്ന് കയറണ്ട, നോക്കൂ അവിടെ ജുമഅക്ക് ബാങ്ക് ഉണ്ട്. എന്തേ കാരണം? സഹാബത്തിനെ തല്ലി, സഹാബത്ത് പഠിപ്പിച്ചത് തല്ലി, ബുഖാരിയിലെ ഹദീസ് തല്ലി, അതേ മുസ്ലിം കൂട്ടായ്മയിൽ വ്യതിചലിച്ചുപോയി. എന്നാൽ നമ്മുടെ മുസ്ലിം പള്ളികളിലോ അവിടെ എന്തൊരൈക്യത്തിന്റെ ബാങ്കാണ്, ഐക്യത്തിന്റെ ജുമഅയാണ്. കാരണം നമ്മുടെ പള്ളിയിൽ മക്ക മദീനയിൽ നടക്കുന്നത് പോലെ 2 ബാങ്കാണ്. അവിടെ 2 ബാങ്കാണ്. കുറ്റ്യാടിയിൽ 50 കൊല്ലത്തോളം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11ഓളം മഹല്ലിൽ 2 ബാങ്ക് ക്യാൻസൽ ചെയ്തു ഒരു സാഹചര്യമുണ്ടായി. ഞാൻ ഓലശെട്ടി കെട്ടിയിട്ട് വീണ്ടും മക്ക മദീനയിലുള്ളതുപോലെയുള്ള ജുമഅ സ്ഥാപിക്കുമ്പോൾ, ആ സ്ഥാപിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു പ്രസംഗം നടത്തി. അന്ന് ഞാൻ പറഞ്ഞു, മക്ക മദീനയിലുള്ളതുപോലെയുള്ളൊരു ജുമഅ നടക്കണം, മക്ക മദീനയിലുള്ളതുപോലൊരു ജുമഅ നടക്കണം. അതിന് 2 ബാങ്ക് വേണം പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കോളേജിലെ മുതലിൽ പോയിട്ട് സമയത്ത് ഭക്ഷണം എത്തിയില്ലേ, ക്യാൻറ്റീനിലുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം, ഉറങ്ങിയില്ലേ രാവിലത്തെ പൊറാട്ട ഉണ്ടാവും. അതുകൊണ്ട് അവർ പോകുന്നതാണെങ്കിൽ മറ്റുള്ളവർ പോകണ്ട. ഞാൻ 1 മണിക്കൂർ മുസ്ലിം നിർത്താൻ വിചാരിച്ചു. അവസ്ഥ കുറച്ച് കൂടുതൽ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയാണ് സുഹൃത്തുക്കളെ, ഞാൻ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കണം. ഈ 2 ബാങ്ക് മക്ക മദീനയിലുള്ള 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു? പുത്തനാശയക്കാർ, നിങ്ങളൊന്ന് ശരിക്ക് ചിന്തിക്കൂ. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനല്ലേ? കൂട്ടായ്മയിൽ നിന്ന് ഒറ്റപ്പെടാനല്ലേ? അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലെ ജുമഅയാണ് നരകത്തിലേക്കുള്ളതാണെന്ന് ഒരു മുസ്ലിം പറയുമോ? മസ്ജിദുൻ നബവിയിലുള്ള ജുമഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിച്ച ജുമഅ, അത് നശിച്ചതാണ്, നരകത്തിൽ ആണെന്നൊരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ബാങ്ക് ക്യാൻസൽ ചെയ്തു. നമ്മളെ പള്ളിയിൽ, ഞാൻ കുറ്റ്യാടിന്ന് പറഞ്ഞു, ഞങ്ങളെ പള്ളിയിൽ 2 ബാങ്ക് ഉണ്ടാവും. ഇനി അഥവാ ഒരാൾക്ക് ഭിന്നിപ്പിക്കണോന്ന് നിർബന്ധാണ്. മക്ക മദീനയിലുള്ള പോലത്തെ ബാങ്ക് പറ്റൂല, നിർബന്ധ. അതിന് തെളിവുണ്ടായിട്ടല്ലോ, ഒരാളെ മനസ്സിലിങ്ങനെ തോന്നുക, അയാൾക്ക് നമ്മളെ പള്ളിയിൽ തന്നെ വരാൻ പറ്റില്ല. കാരണം 1 ബാങ്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ നമ്മളെ പള്ളി ഐക്യത്തിന്റെ പള്ളിയാണ്, ഐക്യത്തിന്റെ ജുമയാണ്. 1 ബാങ്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതിയില്ലായിരുന്നു. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ഐക്യത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചത്. ആ ഐക്യത്തിന്റെ ഒന്നാമത്തെ വിഷയം ഏകനായ പടച്ചറപ്പിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കൂല, ആരാധിക്കുന്നില്ല. പക്ഷേ ആ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മയുടെ നിമിത്തങ്ങളായി അല്ലാഹു തആല പലതും പലരെയും പടച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങളെ നിങ്ങൾ ആദരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് കഅബ.
ഒന്നാണ് കഅബ. പടച്ചവനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. പക്ഷെ ആ നിസ്കാരം അല്ലാഹുവിലേക്ക് ഞാൻ ഡയറക്റ്റ് നടത്തുകയാണ്. കഅബ മുഖേന ഞാൻ നിസ്കരിക്കൂല, കഅബക്ക് ഞാൻ തിരിയൂല, കഅബയിലേക്ക് തിരിഞ്ഞ് ഞാൻ സുജൂദ് ചെയ്യൂല, കഅബത്തിലേക്ക് ഞാനല്ല നെഞ്ഞു തിരിക്കൂല. അപ്പൊ പടച്ചവന് കൂറായി പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു മധ്യത്തിലൊരു സാധനം വേണ്ട. ഞാൻ ഡയറക്റ്റ് എന്റെ പടച്ചവന് ഇബാദത്തെടുക്കുകയാണ്. കഅബത്തിനെ മധ്യത്തിൽ വെച്ചിട്ട് പടച്ചവന് ഞാനൊരു ഇബാദത്തെടുക്കൂല എന്ന് പറഞ്ഞിട്ടൊരാൾ കഅബയിലേക്ക് തിരിയാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ വാദം കേട്ടാ അതല്ല രസമുണ്ട്. ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് അല്ലേ, ആ ബിൽഡിങ്ങിനെ പടച്ചവന്റെ ഇടയ്ക്ക് ഒരു മധ്യവർത്തിയായി വെക്കാൻ ഞാനില്ല. അത് കല്ലുകൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എന്റെ പടച്ചവന് സുജൂദിയാണ്, ഡയറക്റ്റ് നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കഅബത്തിലേക്ക് ഞാൻ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കൂല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലല്ലേ. കഅബ ശരീഫിന് അല്ലാഹു കൊടുത്ത ബഹുമാനം അംഗീകരിച്ചോളണം. ഇല്ലെങ്കിൽ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയൂല. കഅബത്തിന്റെ മൂലയിലുണ്ടൊരു കല്ല്, ഹജറുൽ അസ്വദാണ്. അതേ, അത് തൊട്ട് മണക്കാനും അതിന്റെ മേലെ നെറ്റിവെക്കാനും അത് ചുംബിക്കാനും കഴിയില്ലെങ്കിൽ തൊട്ട് മണക്കാനും. തൊട്ടിട്ട് മണക്കേണ്ടത് എന്താണ്? നമ്മുടെ സ്വന്തം കൈയാണ്. മക്കത്തുനിന്ന് പുതിയ കൈ വാങ്ങിയതല്ല, നമ്മുടെ സ്വന്തം പഴയ കൈ തന്നെയാണ്. പക്ഷെ ആ കല്ല് തൊട്ടാല കൈക്കൊരു ബഹുമാനമാണ്. ആ കൈയൊന്ന് മണക്കാൻ നമ്മളോട് പറയുകയാണ്. ഇനി അഥവാ തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൂണ്ടിയിട്ട് മണക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, കൈ കൊണ്ടതൊന്ന് ചൂണ്ടുമ്പോഴേക്ക് കൈക്ക് ബർക്കത്ത് കിട്ടുകയാണ്. ആ കൈയൊന്ന് ചുംബിക്കാൻ പറയുകയാണ്. അങ്ങനെ ലോക മുസ്ലിമീങ്ങൾ ചെയ്യുമ്പോ അങ്ങനൊരു കല്ലിനെ ഞാൻ ബഹുമാനിക്കൂല, ഞാൻ പടച്ചവനെ മാത്രമേ ബഹുമാനിക്കൂ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ? ഓ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ നോക്കൂ, സർവ വിഷയത്തിലും അല്ലാഹു തആല ഈമാനിന്റെ ഖിബിലയായി, ഈമാനിന്റെ ഖിബിലയായി അല്ലാഹു വെച്ചിട്ടുള്ളൊരു നേതാവില്ലേ? അതല്ലേ ഇന്നൽ ഈമാന യഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. നിശ്ചയമായും ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് മദീനയുടെ പവർ? അതേ, അവിടെ കഅബയില്ല, അവിടെ ഹജറുൽ അസ്വദില്ല. ഈമാനിന്റെ കേന്ദ്രം എവിടെയാണ്? ഈമാനിന്റെ കേന്ദ്രം മനസ്സല്ലേ, മനുഷ്യന്റെ മനസ്സല്ലേ? മനസ്സിലല്ലേ ഈമാൻ എന്ന് പറയുന്നത്? അതേ, കതബ ഫീ ഖുലൂബിഹിൽ ഈമാന, ഈമാൻ ഹൃദയത്തിലല്ലേ? ആ ഹൃദയം എങ്ങോട്ട് തിരിയുമെന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസ് സഹീഹല്ലേ? ഇന്നൽ ഈമാന യഗ്രിസു ഇലൽ മദീന, മദീനയിലേക്ക് ഈമാൻ ചെന്നുകൂടുന്നു, ഈമാൻ മടങ്ങുന്നു. മദീനക്ക് എന്താ പ്രത്യേകത? അവിടെ ഒരു നേതാവ് കിടക്കുന്നു. ആ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് തന്നെയല്ലേ സുഹൃത്തുക്കളെ? വല്ലദീ നഫ്സീ ബിയദീ എന്ന് സത്യം ചെയ്തുകൊണ്ട് നിങ്ങളെ സ്വന്തം ശരീരത്തെക്കാളും നിങ്ങളെ ഉമ്മബാപ്പയെക്കാളും സർവ്വജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്ത് നിങ്ങൾക്ക് ഈമാനില്ല. സത്യം ചെയ്തുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത്? അത് തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനുള്ളവർ അവരെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഈമാൻ, ആ ഈമാനിന്റെ കേന്ദ്രം ഖൽബാണെങ്കിൽ ആ ഖൽബ് ഏത് സമയത്തും മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് തിരിയുന്നത് അതേ അല്ലാഹുവിന്റെ റസൂലിലേക്കാണ്. ആ റസൂലുള്ള മുഖേനയല്ലാതെ അല്ലാഹുവിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദ്യം ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയിൽ അൻതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നിങ്ങൾ
ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇത് രണ്ടും പ്രഖ്യാപിച്ചോളണം. അതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്നല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാത്ത ഒരു ഈമാനില്ല. കഅബ മുഖേനയാണ് നിസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ മുഖേനയാണ് അല്ലാഹുവിന്റെ ഈമാൻ, വിശ്വാസം, തൗഹീദ്. ഓ സുഹൃത്തുക്കളെ, അവിടെ അതാ ആ മുഹമ്മദ് നബിക്ക് ചോരയില്ലേ, ആ മുഹമ്മദ് നബിക്ക് തലയിൽ മുടിയില്ലേ, ആ മുഹമ്മദ് നബിക്ക് കയ്യും കാലുമില്ലേ, ആ മുഹമ്മദ് നബി ഭക്ഷണം കഴിച്ചിട്ടില്ലേ, വിവാഹം കഴിച്ചിട്ടില്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരാളെ ഞങ്ങൾ അംഗീകരിക്കൂല എന്നോ, അങ്ങനെ ഒരാളെ അതൊരു സാധാരണ മനുഷ്യനാണെന്നോ, അല്ലെങ്കിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ തയ്യാറില്ലെന്നോ പറഞ്ഞാൽ അവന് പിന്നെ ഈമാനില്ല. പക്ഷേ ഇവിടെ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വായിച്ചില്ലേ? അൽമനാർ പഠിപ്പിച്ചു മുജാഹിദിന്റെ, ശബാബ് പഠിപ്പിച്ചു മുജാഹിദിന്റെ, സുബ്ഹാനല്ലാഹ് പ്രബോധനം പഠിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ. അതേ അധികം പറയണം, തേജസ് വസ്ത്രമടക്കം പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണെന്ന് പഠിപ്പിച്ചു. പറയട്ടെ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ടൊരാൾക്ക് ഈമാനുണ്ടോ? മുസ്ലിം ഉമ്മത്തിലെ എന്തിനെ ഭിന്നിപ്പിച്ചു? വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം തകർത്തുകൊണ്ടൊരു ഈമാനുണ്ടോ? മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വാദിച്ച വാദങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിച്ചു. ആ നേതാവിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ആ നേതാവിനെ ഇൻസൾട്ടാക്കാനല്ലേ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും സർവ്വ സംഘടനകളും പരിശ്രമിച്ചത്. ഞാൻ വേദനയോടെ പറയുകയാണ്. മുജാഹിദിന്റെ പ്രബോധനം സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു, സാധാരണ മനുഷ്യനായി മരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് 1981 ഡിസംബറിൽ എഴുതിയില്ലേ? പോരാ, റസൂലുള്ളാഹിനെ നിന്ദിച്ചുകൊണ്ട് അനാവശ്യമായ വിവാദം പ്രബോധനക്കാരൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വലിച്ചിട്ടില്ലേ? 1987 ജനുവരിയിലെ പ്രബോധനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ ജീർണിച്ച് മുഹമ്മദ് നബി നശിച്ചുപോയി എന്ന് പ്രബോധനക്കാരൻ എഴുതിയില്ലേ? ഞാൻ ശിയാക്കളുടെ തർക്കത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ ജീർണിക്കാതെ അവിടെ നിലനിൽക്കുന്നു എന്ന് ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരാകുന്നുണ്ടോ? ഹദീസിനെതിരാകുന്നുണ്ടോ? ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം അടക്കം പറഞ്ഞ ആശയമല്ലേ അമ്പിയാക്കളുടെ ശരീരം മണ്ണൊന്ന് നശിച്ചു പോകൂല എന്ന് ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം അടക്കം എഴുതി വെച്ചതല്ലേ? ആ വിശ്വാസം തകർത്തിട്ട് ഒരു പുതിയ വിശ്വാസം, നബിയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ ജീർണിച്ചു എന്ന് പ്രബോധനം എഴുതിയത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന കാര്യമെന്താണ്? മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന നേട്ടമെന്താണ്? മുസ്ലിം ചെറുപ്പക്കാരെ, സമുദായത്തിന്റെ നേട്ടത്തിന് വേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ചോദിച്ചു നോക്കൂ. ആ മഹോന്നതനായ നേതാവിനെ നിന്ദിച്ചെഴുതിയത് കൊണ്ട് കിട്ടുന്ന കാര്യമെന്താണ്? ഓ സുഹൃത്തുക്കളെ, ഖുർആനിലും ഹദീസിലും അമ്പിയാക്കളുടെ ശരീരം ജീർണിക്കുകയില്ല എന്നതിന് എത്ര തെളിവാണ്? അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ. നബിയെ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. അതേ, ഒരാളും സംശയിക്കണ്ട. ഖുർആൻ പറഞ്ഞില്ലേ? അതേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയെ ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? അത് ഖുർആനിൽ ശരിവെച്ചില്ലേ?
എങ്ങനെ അമ്പിയാക്കളെ ശരീരം റസൂൽ പറഞ്ഞത്? അങ്ങനെ റസൂൽ ഒരു ആയത്ത് പറഞ്ഞു, പ്രബോധനക്കാരൻ ഒരു ഹദീസ് പറഞ്ഞു. പിന്നെ എന്താ തെളിവ് പറഞ്ഞത്? അവന്റെ തലയിൽ ഉദിച്ചു വന്നൊരാശയം. എന്താ ആശയം? ജീർണിക്കൂലെങ്കിൽ പിന്നെ ഇതിനെ പുറത്ത് തന്നെ വെച്ചാ പോരെ. ജീർണിക്കൂലെ പുറത്ത് തന്നെ വെച്ചാ പോരെ. നിങ്ങൾ ആ എഴുതിയ പ്രബോധനക്കാരനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഇപ്പൊ പുറത്ത് യാതൊരു കേടും വരാതെ സൂക്ഷിക്കാനുള്ള ആധുനിക സംവിധാനം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ മൗദൂദിന്റെ ശരീരം കൊണ്ടുപോയിട്ട് അവിടെ മറവി ചെയ്തത്? എന്തിനാ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ നിൽക്കുമ്പോ മറവി ചെയ്തത്? പുറത്ത് തന്നെ സൂക്ഷിച്ചാ പോരെ. അല്ലാഹുവിന്റെ മതനിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് യുക്തി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്തു, ഇൻസൾട്ടാക്കി. എങ്ങനെ ഈമാൻ കിട്ടി മരിക്കും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ? ഇനി ഞാൻ പറയട്ടെ, മുജാഹിദും അൽമനാറിൽ അതേ കാര്യം എഴുതിയില്ലേ? ഞാൻ എന്റെ നാദാപുരത്തെ കണ്ണനത്തിൽ അതിന് ഉദ്ധരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ സാധാരണക്കാരനാണ് സ്വഭാവം എഴുതിയില്ലേ? അതേ കാര്യം തന്നെ അതാ തേജസ് പത്രവും എഴുതിയില്ലേ? വേദനയോടെ ഞാൻ പറയട്ടെ, മുസ്ലിം സമുദായത്തിന് എന്ത് കാര്യമാണ് നബിതങ്ങളെ നിസ്സാരപ്പെടുത്തിയതുകൊണ്ട് കിട്ടുക? എന്നാൽ ഇന്ന് വരെ മുജാഹിദുകൾ പറഞ്ഞിരുന്നത് ബാബ മുസ്ലിയാരി പിഴച്ചു, കാന്തപുരം പിഴച്ചു, EK ഉസ്താദ് പിഴച്ചു, കണ്യത്ത് ഉസ്താദ് പിഴച്ചു, അങ്ങനെ എല്ലാ അലിമീങ്ങളും പിഴച്ചു. അവിടുന്ന് മേലോട്ട് പോയി ഷാഫി ഇമാം പിഴച്ചു, നവവി ഇമാം പിഴച്ചു. അങ്ങനല്ലേ അവരെ വാദം? അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? മഹാനായ നവവി ഇമാം റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ച് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫകാന യഖ്തുമു ബിൽ അറബിയ്യ, അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത്. അവിടുന്ന് നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അത് റസൂലുള്ള നിസ്കരിച്ച ജുമയാണെങ്കിൽ ആകണമെങ്കിൽ അറബിയിൽ ഖുതുബ ഓതി ജുമ നിസ്കരിച്ചാലേ ജുമ സഹീഹാകുള്ളൂ, അല്ലെങ്കിൽ ജുമ ബാത്തിലാ. നവവി ഇമാം ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, റാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ ഇമാമികളും പറഞ്ഞു, ഫത്വയിൽ മൗദൂദുകളും പറഞ്ഞു. സുഹൃത്തുക്കളെ, ആ ഇമാമിങ്ങളെല്ലാം പിഴച്ചു പോയി. എന്താ അവർ ചെയ്ത തെറ്റ്? ബുഖാരിയിലെ ഹദീസ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ ആശയം പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? മുസ്ലിമികളെ ഭാഷായിക്യം തകർത്തു. മുസ്ലിമികളെ ഭാഷായിക്യം തകർത്തു. ഓരോ നാട്ടിലും ഓരോ ഭാഷയിൽ ജുമ തുടങ്ങി. മുസ്ലിമികളെ ഭാഷായിക്യം തകർത്തു. അപ്പൊ എന്തായി? ഒന്നുമില്ല. കന്നഡക്കാരന് മലയാളികളെ ജുമയ്ക്ക് പങ്കെടുത്തൂടാ, മലയാളികളെ ജുമയ്ക്ക് തമിഴ്നാട്ടുകാരന് പങ്കെടുത്തൂടാ, കുറച്ച് കഴിയുമ്പോ അതാ തെലുങ്കുകാരന് പങ്കെടുത്തൂടാ, ചൈനയിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് പങ്കെടുത്തൂടാ. അവിടെ ഭാഷ. ഈ ഒരു നിലവാരം ഈ സമുദായത്തിന് കൊണ്ടുവന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? ഈ സമുദായത്തെ നശിപ്പിക്കാനല്ലാതെ ഗുണം ചെയ്യുന്നത് മുസ്ലിമീങ്ങളെ ആരാധനയിൽ ഭിന്നിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1300ഓളം കൊല്ലം ജീവിച്ച ഒരൊറ്റ മുസ്ലിം പണ്ഡിതന് ചെയ്യാൻ ഒരു കാര്യം ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളുടെ തബ്ലീഗ് ജമാഅത്തുകാരൻ ആളുകളെ വിളിക്കാൻ നടക്കുന്നു. ഇന്ന് നിസ്കരിക്കാനും നല്ല നിസ്കരിക്കാൻ പറ്റുന്നത് അല്ലേ? പക്ഷേ നിസ്കാരം ബാത്തിലാക്കുന്നത് ആ വിഷയം. ഞാൻ തലശ്ശേരി നോക്കി സ്റ്റേഡിയം പള്ളി, അവിടെ മലയാളത്തിൽ ഖുതുബ നടത്തുന്ന തബ്ലീഗ് ജമാഅത്തുകാരി, അവിടെ പ്രസംഗിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജമാഅത്തിലാണുള്ളതെങ്കിലും അവരെന്ത് വകയാണ് മലയാളത്തിൽ ഖുതുബ വന്നത്? ഞാൻ ചോദിച്ചിട്ട് ഏകദേശം 30 കൊല്ലത്തോളായി. സുഹൃത്തുക്കളെ, എന്ത് തോന്നുന്നു മലയാളത്തിൽ ഖുതുബ ജനങ്ങളെ ജുമ ബാത്തിലാക്കുന്നു? അപ്പൊ ജുമ ഇവിടെ നിസ്കാരം സഹീഹാകലും നിസ്കരിക്കലും ആണോ തബ്ലീഗ് ജമാഅത്തുകാരുടെ ഉദ്ദേശം? അങ്ങനെയാണ് പിന്നെ ജുമ ബാത്തിലാക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു എന്തിനു തള്ളി? റാഫി ഇമാമിനെ എന്തിനു തള്ളി? ഉസാരി ഇമാമിനെ എന്തിനു തള്ളി? ഇമാമുൽ ഹറമൈൻ ഞങ്ങൾ എന്തിനു തള്ളി? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ തബ്ലീഗ് ജമാഅത്തുകാരൻ എന്തിനു തള്ളി? ശിർക്ക് ജമാഅത്താണെങ്കിൽ. ഓ സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കൽ തന്നെയാണ് അവരെയും ലക്ഷ്യം. ഇനി സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ജമാഅത്തുകാരൻ കാഫിറാണെന്ന് ഉമർ മൗലവി മുശ്രിക്കാണെന്ന് ജമാഅത്തുകാരൻ. ഈ 2 കക്ഷികളും മുശ്രിക്കാണെന്ന് ചേകനൂർ മൗലവി. ചേകനൂർ മൗലവിക്ക് എന്താ വിഷയം? അയാൾ പറയുന്നു ഖുർആൻ
അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ അല്ലാഹുവിന്റെ കൂടെ ആരെയും വിളിക്കരുത് എന്ന് ഖുർആനിലുണ്ട്. അവിടെ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് ജമാഅത്തുകാരും പറയുന്നു, മുജാഹിദും പറയുന്നു. മരിച്ചുപോയ നബിയെ വിളിച്ചിട്ട് എല്ലാ മുജാഹിദും മുസ്ലിക്കാണ്, ജമാഅത്തുകാരും മുസ്ലിക്കാണ്, ഞാൻ മാത്രം മുസ്ലിമാണ്. ചേകനൂരിന്റെ പുസ്തകം നമസ്കാരം എപ്പോൾ എത്ര എങ്ങനെയെന്ന പുസ്തകം. അപ്പൊ സുബ്ഹാനല്ലാഹ്, മുജാഹിദ് മുഴുവനും കാഫറാണെന്ന് ചേകനൂര്, ജമാഅത്ത് ഇസ്ലാമി കാഫറാണെന്ന് ചേകനൂര്, തബ്ലീഗുകാരൻ കാഫറാണെന്ന് ചേകനൂര്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, തബ്ലീഗുകാരൻ ഖുറാഫിയാണ്, അതേ തബ്ലീഗുകാരൻ മുസ്ലിക്കാണെന്ന് അതാ വേറൊരു കൂട്ടര്. തബ്ലീഗ് ജമാഅത്തും വഹാബി സംഘടനയും വഹാബിയത്തും രണ്ടും ഒന്ന് തന്നെയാണെന്ന് അബുൽ ഹസൻ അലി നദവി അദ്ദേഹത്തിന്റെ അറായിദ് പത്രത്തില് വഹാബിയത്ത് എന്താണോ അത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് എന്നതാ. ഇസ്തിഗാസ ചെയ്യുന്നവൻ കാഫറാണെന്ന വാദമാണ് തബ്ലീഗ് ജമാഅത്തിനുള്ളതെന്ന് അബുൽ ഹസൻ അലി നദവി അറായിദ് പത്രത്തിൽ അദ്ദേഹം എഴുതുന്നു. അങ്ങനെ സുന്നികൾ മുസ്ലിക്കാണെന്ന് തബ്ലീഗുകാരനും പറയുന്നു, എല്ലാ മുജാഹിദും പറയുന്നു, ജമാഅത്തുകാരനും പറയുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് മുതൽക്ക് ഇന്ന് വരെ ജീവിച്ചു വന്ന മുസ്ലിം കൂട്ടായ്മയായ സുന്നത്ത് ജമാഅത്ത് ഇമാമികളെ പിന്തുടർന്ന്, സഹാബത്തിനെ പിന്തുടർന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ഖുർആൻ മനസ്സിലാക്കി ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തുകാര് മുശ്രിക്കാണെന്ന് മുഴുവൻ കക്ഷികളും വാദിക്കുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾ അതാ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പുത്തൻവാദികളും അവരെ പരിപാടി നടത്തുന്നു. എന്തൊരു സങ്കടമാണ് ഈ ഉമ്മത്തിനെ ഇങ്ങനെ ഭിന്നിപ്പിച്ചതുകൊണ്ട്. അതാ സന്തോഷിക്കുന്നത് ശൈത്താനല്ലേ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുൽ അദാവത വൽ ബഗ്ളാ. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഭിന്നിപ്പിക്കലാണ്, നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ്, നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കലാണെന്ന് ഖുർആൻ പറഞ്ഞ ശൈത്താനിന്റെ ഡ്യൂട്ടി അവൻ വിജയിപ്പിക്കുകയാണ്. അതിനതാ ഈ ഉമ്മത്തിനെ ചിഹ്ന ഭിന്നമാക്കാൻ മുഴുവൻ പുത്തൻ ആശയക്കാരും പ്രവർത്തിക്കുന്നു. അവരാണെങ്കിലോ ഒരൊറ്റ മുജാഹിദി എത്ര കഷ്ണമാണായി പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കാഫറാക്കുന്നു. ഈ വാഴക്കാട് ഖണ്ഡന പ്രസംഗം നടത്തി. റാഫിളത്തിനെതിരായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പലർക്കും. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാര് കുട്ടികളതറിയില്ല. അതേ റാഫിളത്തിനെതിരെ പടച്ചവൻ കയറുന്നു ഇറങ്ങുന്നുവെന്ന് വാദിച്ച, പടച്ചവന് കൈയുണ്ട് കാലുണ്ടെന്ന് വാദിച്ച റാഫിളത്തിനെതിരെ ഞാൻ അവിടുന്ന് പ്രസംഗിച്ചു. അന്ന് അതാ അരീക്കോട്ടുകാരൻ മൗലവി, അതേ എടവണ്ണക്കാരൻ മൗലവി, അതേ അബ്ദുസ്സലാം സുല്ലമി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയ പണ്ഡിതന്മാരൊന്നിച്ചു നിന്നുകൊണ്ട് പടച്ചവന് കൈകളുണ്ട് കാലുണ്ട്, പടച്ചവൻ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ടെന്ന് അന്ന് ഒന്നിച്ചു നിന്നുകൊണ്ട്. പക്ഷേ ആ വിഷയത്തിൽ തന്നെ പല തർക്കങ്ങളും നടന്നു. അവസാനം പുളിക്കൽ മദീനത്തിൽ യോഗം ചേർന്ന് പല തീരുമാനങ്ങളും എടുത്തു. അവര് തമ്മറമ്മിൽ ഭിന്നിച്ച് രണ്ടായി പിരിഞ്ഞപ്പോൾ ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, പേരോട് പറഞ്ഞതാണ് ശരി, അതന്ന് ഞങ്ങൾ മൂടിവെച്ചതായിരുന്നു. ഓ സുഹൃത്തുക്കളെ, മടവൂർ മുജാഹിദിന്റെ ശൈഖായ അതേ അബ്ദുസ്സലാം സുല്ലമി ഇപ്പോൾ പറയുന്നു, അങ്ങനെ വാദിച്ചാൽ അത് റാഫിളത്തിന്റെ വാദമാണ്, പടച്ചവൻ കയറുപറങ്ങുമെന്ന് വാദിച്ചാൽ പിഴച്ചുപോയ വാദമാണ്, അത് ശിർക്കാണ്, കുഫറാണെന്ന് ഇപ്പൊ അബ്ദുസ്സലാം സുല്ലമി അതാ ശബാബിൽ പറഞ്ഞില്ലേ. ഞാനതിന്റെ അല്ലാഹു അൽ ഇസ്ലാം എന്ത് എന്ന് എല്ലാവരും കേൾക്കണമെന്ന് നേരത്തെ പറഞ്ഞ സീഡിയിൽ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്നാൽ അവിടെ കൊണ്ടു കഴിഞ്ഞോ? അന്ന് എന്നെ ഗണ്ണിച്ച് പ്രസംഗിച്ചിരുന്ന സലഫി, അതൊരു സലഫിയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഞാനൊരു ജിന്നിന്റെ ചരിത്രം പറഞ്ഞപ്പോ അത് വ്യാജ
തരീഖത്തുകാര് നടത്തുന്ന ജിന്നിന്റെ സേവകളെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ വ്യാജ തരീഖത്തിൽ പെട്ടുപോയൊരു പെണ്ണ് ജിന്നിന്റെ സേവ കൊണ്ട് ചികിത്സ നടത്തുന്നതിനെ കുറിച്ച് നാദാപുരത്തൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞപ്പോ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ടിട്ട് എന്നെ പരിഹസിച്ചു വേറൊരു സെൽഫി. അയാൾ ജിന്നിന്റെ വിഷയത്തിൽ വേറൊരു വാദക്കാരനാണ്. അങ്ങനെ 9 ഖണ്ഡന പ്രസംഗങ്ങൾ നാദാപുരത്ത് ഞാനുമായി നടത്തിയ സെൽഫി. അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു വലിയ വമ്പിച്ച തട്ടിപ്പ് നടത്തിയപ്പോ എന്റെ 9ാം ഖണ്ഡനത്തിൽ ഞാനതിന്റെ വിശദീകരണം നൽകിയപ്പോ പിന്നീട് അദ്ദേഹം ഖണ്ഡന പ്രസംഗത്തിന് അങ്ങോട്ട് വന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ആ വിഷയം എന്താണ് സുഹൃത്തുക്കളെ? ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ആരെങ്കിലും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാൻ പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. ഞാനതിന് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അതാ സംഭവം തെളിവുദ്ധരിച്ചു. അത് റളിയല്ലാഹു സിഹയിൽ പറഞ്ഞിട്ടുണ്ട്. മദീനത്തെ ഗവർണറായ അബൂ ജഅഫറിൽ മൻസൂർ മാലിക് ഇമാം തങ്ങളോട് ചോദിച്ചു, അസ്തഖ്ബിറുൽ ഖിബ്ലത വഅദൂ അം അസ്തഖ്ബിറു റസൂലല്ലാഹി. ഓ മാലിക് ഇമാം തങ്ങളെ, നിങ്ങളല്ലേ പറഞ്ഞത് വഫാത്തിന്റെ ശേഷവും വഫാത്തിന്റെ മുമ്പും അല്ലാഹുവിന്റെ റസൂലിന്റെ ആദരവിനൊരു കുറവുമില്ല ഒരുപോലെയെന്ന്. അത് പറഞ്ഞപ്പോ ചോദിക്കുകയാണ്, ഞാനതാ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ദുആ നടത്തുമ്പോ ഖിബ്ലക്ക് തിരിഞ്ഞാണോ ദുആ ചെയ്യേണ്ടത്, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞിട്ടാണോ ദുആ നടത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ, ഒരു 3 സ്വലാത്ത് ചൊല്ലൂ. ക്ഷീണം പിടിച്ച ആരെങ്കിലും ഉറങ്ങിപ്പോയെങ്കിൽ അവരെ വിളിക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ട് മാലിക് ഇമാമിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കാതെ നിങ്ങൾ എന്തിന് റസൂലുള്ളാഹിനെ തൊട്ട് നിങ്ങളെ മുഖം എന്തിന് തിരിക്കണം ഗവർണറേ? എന്തിന് നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിയാതെ നിങ്ങൾ എന്തിന് ഖിബ്ല കൊള്ള തിരിയണം? അതേ ബഹുവ വസീലത്തുക വസീലത്തു അബീക ആദം അലൈഹിസ്സലാം യൗമൽ ഖിയാമ. അതേ പറഞ്ഞില്ലേ, വഫാത്തിന് മുമ്പും ശേഷവും വഫാത്തിന്റെ ശേഷവും ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള അതേ ആദരവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് ഇമാം പറയാണ്, ഓ ഭരണാധികാരി, ഖിയാമനാളിൽ അതാ നിങ്ങളുടെയും നിങ്ങളും ആദം നബിയുടെയും ഇടയാളനല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാൽ അതാ ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്നെ മുന്നിട്ടോ. റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. അതിനെന്താണ് തെളിവ്? വഖദ് ഖാല തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് തെളിവ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളെ സമീപത്ത് വന്നിട്ട്, ഓ നബിയേ, തങ്ങളെ സമീപത്ത് നിന്ന് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുകയും അവര് തങ്ങളോട് അവരുടെ തെറ്റിനെ കുറിച്ച് അവലാതി ബോധിപ്പിച്ച് റെക്കമെൻഡിന് ആവശ്യപ്പെടുകയും എന്നിട്ട് തങ്ങളവർക്ക് വേണ്ടി പടച്ചറപ്പിനോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അവരുടെ ദോഷം വന്ന പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? ഈ ആയത്തിൽ ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. അതാ മാലിക് ഇമാം പറയുന്നത്, ഈ ആയത്ത് തെളിവാണ് ഭരണാധികാരി, നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിക്കോ. ഇത് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ചത് ഞാൻ എടുത്തു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ വാക്കിൽ വന്നുപോയ ഒരു പേര് പറയുമ്പോൾ എന്റെ നാക്കിൽ പിഴവ് സംഭവിച്ചു പോയത് ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ ആവശ്യമില്ലാത്ത ഒരു വാചകം ഞാൻ അവിടെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടും ജനങ്ങളെ കബളിപ്പിച്ചിട്ട് വസ്തശ്വീ ബിഹി എന്ന വാചകം വായിച്ചിട്ട് അർത്ഥം പറയാതെ പോയ സെലഫി, അതേ ആ വസ്തശ്വീ ബിഹി എന്ന് മാലിക് ഇമാം പറഞ്ഞു അയാളും പറയുന്നു.
അതിന്റെ അർത്ഥം അനുയായികൾക്ക് അയാൾ പറഞ്ഞു കൊടുത്തില്ല. റസൂലുള്ളാഹിനെ കുറിച്ച് ശഫാഅത്ത് തേടണേ എന്നാണ് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മാലിക് ഇമാം പറഞ്ഞത്. എന്റെ ഖുർആനാ തെളിവ് പറഞ്ഞത്. അത് അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി മൂടി വെച്ചു സയ്യിദ് സലഫി. പറയട്ടെ, പിന്നെ ഞാനതിന്റെ മറുപടി അവിടെ പറഞ്ഞപ്പോ നാദാപുരത്തേക്ക് അദ്ദേഹത്തിന്റെ ഖണ്ഡനത്തിന് വന്നില്ല. എന്നാ ഞാൻ നിങ്ങളോടൊരു തമാശ പറയട്ടെ. കോഴിക്കോട് മുജാഹിദിന്റെ സമ്മേളനം നടന്നപ്പോ സുബ്ഹാനല്ലാഹി യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന ഒരു ചർച്ചയിട്ടിട്ട് അതാ ജിന്നുകളോട് സഹായം തേടാമോ തേടിക്കൂടെ എന്ന മുജാഹിദിന്റെ മൗലവിമാർക്കിടയിലുള്ള വലിയ ചർച്ചയിലേക്ക് കടന്നത് സംസാരിച്ചപ്പോ അതാ നാദാപുരത്തിന്റെ ഗണ്ണിച്ച സെൽഫി സംസാരിച്ചപ്പോ വാഴക്കാട്ടിൽ തന്നെ ഗണ്ണിക്കാൻ വന്ന് നിർത്തിയ സെൽഫി എഴുന്നേറ്റ് പറയുന്നു, ഈ സെൽഫിക്ക് തെറ്റുപറ്റിയതാണ്, അബദ്ധം പറ്റിയതാണ്, മനസ്സിലാക്കാതെ പറഞ്ഞതാണ് എന്ന് കോഴിക്കോട്ടെ സമ്മേളനത്തിൽ പരസ്പരം തന്നെ പിഴപ്പിച്ച് പ്രഖ്യാപിച്ചില്ലേ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കി മുശ്രിക്കാക്കിയതാ സമ്മേളനങ്ങളും യോഗങ്ങളുമായി അതാ ശബ്ദ കോലാഹലമുണ്ടാക്കുന്നത് ഈ മുസ്ലിം ഉമ്മത്ത് കാണുന്നില്ലേ? എവിടെയാ പിഴച്ചത്? പിഴച്ചത് മഹാന്മാരായ ഇമാമിങ്ങളെ കൂട്ടായ്മ. ഒരു ഇമാമിനും തൗഹീദിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായിട്ടില്ല. എന്റെ തൗഹീദ് അചഞ്ചലമാണെന്ന ശീലി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ മുസ്ലിമീങ്ങളെ. ഒരു ഇമാമിൻ തൗഹീദിന്റെ വിഷയത്തിൽ തർക്കമില്ല. ഒരു നബിക്കും പരസ്പരം തൗഹീദിൽ തർക്കമില്ല. അതൊരു ചെറിയ വീക്ഷണ വ്യത്യാസം വരാനുള്ള ശാഖാപരമായ വിഷയമല്ല. പക്ഷേ ഇപ്പൊ തൗഹീദ് ശിർക്കിന്റെ വിഷയത്തിൽ ഭിന്നിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാണ് കൂടുതൽ ആളെ കിട്ടുക എന്ന മത്സരത്തിലല്ലേ ഛിന്ന ഭിന്നമായി നശിച്ചുകൊണ്ടിരിക്കുന്ന പുത്തനാശയക്കാർ. ചോദിക്കട്ടെ, ഈ ഉമ്മത്തിന് സമാധാനമെവിടെ? ഈ ഉമ്മത്തിന് രക്ഷയെവിടെ? ആ രക്ഷ കിട്ടണോ? തിരിച്ചു വരൂ മുസ്ലിമേ. ഇമാമിങ്ങളെ വഴിയിലേക്ക്, മാലിക് ഇമാമിന്റെ വഴിയിലേക്ക്, ഷാഫി ഇമാമിന്റെ വഴിയിലേക്ക്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിന്റെ വഴിയിലേക്ക്, അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വഴിയിലേക്ക്. അവർക്കിടയിൽ ഭിന്നിപ്പില്ല കേട്ടോ, അനൈക്യമില്ല കേട്ടോ, ഇൻസൾട്ടാക്കലില്ല കേട്ടോ, കാഫിറാക്കലില്ല കേട്ടോ, പിഴച്ചൂന്ന് പറയലില്ല കേട്ടോ. ശാഫി ഇമാം തങ്ങൾ അബൂ ഹനീഫ തങ്ങളെ ജാറൻ സിയാറത്തിന് പോകുന്നു. അത്ര ബഹുമാനമാണ്. ആ ശാഫി ഇമാം തങ്ങൾ അവിടെ പോയി മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തവസ്സുലാക്കി ദുആ നടത്തുന്നു. അല്പവും ഇൻസൾട്ടാക്കലില്ലെന്നല്ല, വലിയ ബഹുമാനമാണ്, ആദരവാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും ഇരുന്നോളി. ഇമാമിങ്ങൾക്കിടയിൽ തർക്കമില്ല, ഇമാമിങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ല. ഞാൻ പ്രസംഗം നിർത്തുന്നു. മോനെ അൻവർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അൻവർ ഇന്നലെ ഞാൻ അവിടുന്ന് വായിച്ചത് അൽമന, ഇന്നലത്തെ ഫയൽ അതും കൂടി വായിച്ചിട്ട് പ്രസംഗം നിർത്തും. ഇമാമിങ്ങളൊക്കെ പിഴച്ചു, സഹാബത്തൊക്കെ പിഴച്ചു, എല്ലാ മുസ്ലിമീങ്ങളും കാഫിറായി എന്ന് പറഞ്ഞ മുജാഹിദ് ഇപ്പൊ പറയുന്നത് നിങ്ങൾക്കറിയോ? മുഹമ്മദ് നബി പിഴച്ചു. അങ്ങനെ പറയോ? അങ്ങനെ പറയോ? എന്നൊരു സംശയം വേണ്ട. അല്ലാഹു ആരി ഇസ്ലാം എന്ത് എന്ന് എന്റെ പെരുമ്പാവൂരിലെ സീഡി എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അതിലെല്ലാ രോഗത്തിനെയും മരുന്നില്ല. അല്ല, ഞാനത് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. മറുപടി പറഞ്ഞു. ഇവിടെ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ വ്യക്തം ചെയ്തു മുജാഹിദ് പറഞ്ഞു. അത് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗദൂദി പറഞ്ഞു. മൂസാ ചോദ്യത്തിനുള്ള പുസ്തകത്തിൽ മൗദൂദി പറഞ്ഞു. എല്ലാ അമ്പിയാക്കളെയും കുറ്റം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കെ ഉസ്താദിന് മാത്രമല്ല, കണ്ണിത്ത് ഉസ്താദിന് മാത്രമല്ല, ഓക്ക ഉസ്താദിന് മാത്രമല്ല, കാറ്റുലുമേ മാത്രമല്ല, അമറുലുമേ മാത്രമല്ല, മുഴുവൻ ഇമാമികളെയും പറഞ്ഞു, മുഴുവൻ അമ്പിയാക്കളെയും പറഞ്ഞു. ഇപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിച്ചു പറഞ്ഞു. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ പേരിലാണ് ഇവർ ജീവിക്കുന്നത്, ഇസ്ലാമിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്, ഇസ്ലാമിന്റെ പേരിലാണ് മുസ്ലിം സമുദായത്തിലെ ധനാഢ്യരായ ബിസിനസ്സുകാരെടുത്ത് പോയി പൈസ വാങ്ങുന്നത്.
ഇസ്ലാമിന്റെ പേരിലാണ്. എന്നിട്ട് പണം വാങ്ങിയിട്ട് അതാ കോടികൾ തുറക്കാണ്, സമ്മേളനം നടത്തിയിട്ട് കോടികൾ തുറക്കാണ്, ചാനലിൽ കൊടുത്തിട്ട് കോടികൾ തുറക്കാണ്, സർവ്വ മുതലാളിമാരെയും വിളിച്ചു കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ സമ്മേളനത്തിന് വരണം, ആശംസ പറയണം. ഈ പാവം മുതലാളിമാർ ഇതറിയുന്നില്ല. പടച്ചവന്റെ അടുക്കൽ അവരും കുടുങ്ങിപ്പോണ്ട. അതുകൊണ്ട് ഞാൻ പറയാണ്, മൻ കതമ ഇൽമൻ, ഒരു ഇൽമ ഒരാൾ മനസ്സിലാക്കിയിട്ട് മൂടി വെച്ചാൽ അൽജമഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിൽജാമിൻ മിനൻ നാർ, തീക്കട്ട കൊണ്ടുള്ള കടിഞ്ഞാണ് കൊണ്ട പണ്ഡിതനെ അല്ലാഹു തആല കടിഞ്ഞാണിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദീൻ തുറന്ന് പറഞ്ഞോളണം, മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കോളണം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബം ഭിന്നിക്കരുത്, ഭാര്യയും ഭർത്താവും ഭിന്നിക്കരുത്, അതേ ഭർത്താവിന്റെ ഉമ്മയും അതേ മകന്റെ മകളും ഭിന്നിക്കരുത്, ഒരു കുടുംബവും ഒരു നാടും ഭിന്നിക്കരുത്, ബിസിനസ്സുകാർ ഭിന്നിക്കരുത്. ആരും ഭിന്നിക്കണമെന്നല്ലോ ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്നേഹം, സൗഹാർദ്ദം, സഹകരണം ഇവിടെ നിലനിൽക്കണം. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കക്ഷികൾ വാദിച്ച് ഇപ്പോൾ പറയുന്നത് ഞാനൊന്ന് നോക്കി വായിക്കട്ടെ. 2010 ജൂലൈ മാസത്തെ അൽമനാറാണ്. കുറിച്ചു വെച്ചോ, എന്താണ് അതിന്റെ 39ാമത്തെ പേജിൽ എഴുതിയത്? മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് മേലെ എഴുതി. അങ്ങനെ ഓരോ നബിമാരും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാനം എഴുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഓ സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് പിഴച്ചു എന്നല്ല ഇവ പറയുന്നത്, ഇമാമിയക്ക് പിഴച്ചു എന്നല്ല, സഹാബത്തിന് പിഴച്ചു എന്ന് പറഞ്ഞ് രണ്ട് മാർക്ക് ഇല്ലാതെയാക്കി. സഹാബത്തിനും ഇമാമിയക്ക് പിഴച്ചു എന്ന് പറഞ്ഞ് മലയാളത്തിൽ കുത്തുബയാക്കി. സഹാബത്ത് 20 റകഅത്ത് തറാവീഹ് മക്ക മദീനയിൽ നടപ്പാക്കി. അതിന്റെ എണ്ണം ചുരുക്കി 40 പിന്നെ ഇമാമികളും പിഴച്ചു എന്ന് വാദിച്ചു. 3 തലാഖില്ല, 3ആണെന്ന് 4 മദ്ഹബും പറഞ്ഞു. കാരണം ഉമറുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് സഹാബത്തിന്റെ ഇജ്മാഅാണ്. അങ്ങനെ ഓരോ സമുദായത്തിന് ഭിന്നിപ്പുണ്ടാക്കിയ കക്ഷികൾ ഇപ്പൊ പറയുന്ന റസൂലുള്ളാഹി പഠിച്ചു. എന്നാ മുസ്ലിമേ, നീ ഭിന്നിപ്പുണ്ടാക്കൽ പ്രസ്ഥാനത്തിൽപ്പെട്ടു നിന്റെ ഈമാന് കളയല്ല, ആഖിബത്ത് ചീത്തയാക്കല്ല. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമില്ലേ? ഖുർആനിൽ ഞാനൊരായത്ത് ഓതി കേൾപ്പിക്കട്ടെ. ഇത് പേരോടിന്റെ വചനമല്ല, കാന്തപുരം ഉസ്താദിന്റെ വചനമല്ല, കോടമ്പഴ ബാബ ഉസ്താദിന്റെ വചനമല്ല, പറവൂബിക്ക ഉസ്താദിന്റെയോ കന്യത്ത് ഉസ്താദിന്റെയോ താജുൽ മുള്ളാളുടെയോ വാചകമല്ല. എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ നമ്മളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ആദന്റെ വചനമാണ്. അത് സത്യം ചെയ്ത് പറഞ്ഞതാണ്. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്റെ സുന്നത്തെ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളൊക്കെ എഴുന്നേറ്റിരുന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വന്നു. പടച്ചവനോട് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ച് പിരിയണം. സുഹൃത്തുക്കളെ, സുന്നികൾ ഒരിക്കലും റസൂലുള്ളാഹിക്ക് പിഴച്ചത് ഒരു കാലഘട്ടത്തിലും അറിയൂല, വിശ്വസിക്കൂലാണ് ഞാൻ പറയേണ്ടതില്ല. അവർ റസൂലുള്ളാഹിക്ക് പിഴച്ചു എന്ന് പറയൂലാന്ന് മാത്രമല്ല, അവരതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രതിനിധിയില്ലേ, അവിടുത്തെ പേരക്കുട്ടിയല്ലേ. ഭൂമിതലത്തില് ഞാൻ തിരെ നടത്തുവാൻ വേദാന്തർ നമ്മോടെ ആള് ഞാനെന്നവർ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായി ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ച മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നബിയല്ല, റസൂലല്ല. ഒരു ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രബോധനത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ മുഹമ്മദ് നബി നബിയാണെന്ന് വിശ്വസിക്കുന്നവർ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട് പ്രബോധനത്തിൽ. കാരണം അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല, ആഖിറത്തിൽ വിശ്വാസമില്ല. ഇതിന്റെ നേതാക്കന്മാർക്ക് അനുയായികൾ പെട്ടുപോയതാണ്. അല്ലാഹു അവരെ നീ നന്നാക്കണേ അല്ലാഹ്.
നമുക്ക് രോഗാണുക്കളോടാണ് വിഷമം, രോഗികളോടല്ല. അല്ലാഹു രോഗികളെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ, അണുക്കളുടെ ശല്യം ഇല്ലാതെയാക്കണേ അല്ലാ. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് കളവാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. മുഴുവൻ ഞാൻ തെളിവ് സൂക്ഷിച്ചിട്ടാ പറഞ്ഞത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ആ മുഹീദ്ദീൻ ശൈഖുല്ലാഹ് നബിയല്ല, റസൂലല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട പേരക്കുട്ടിയാണ്. അതേ ശേഷമുള്ള ഔലിയാക്കൾക്ക് മുഴുവനും നേതാവാണ്. അനിയർക്ക് കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, ഖാദിരിയ്യ തരീഖത്ത് എന്നാണ് അതിന്റെ പേര്. ഊരിശാ തരീഖത്തിനെ സംബന്ധിച്ച് ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വേറെ ചില തരീഖത്തുകളെ സംബന്ധിച്ച് ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പല സംഗതികളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ മുഹീദ്ദീൻ ശൈഖ് നമ്മളെ കുറിച്ച് അതിൽ സംസാരിച്ചിട്ടുണ്ട്. ഖാദിരിയ്യ തരീഖത്ത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന് പിഴവ് പറ്റിയെന്നല്ലേ അൽമനാർ ഇപ്പൊ പറഞ്ഞത്. ഞാൻ സുന്നികൾ വിശ്വസിക്കുന്നു, ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ ആമാനില്ലതെന്നോവർ. ആരാലും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നു കേട്ടോവർ. ഈ നിലക്ക് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ ഒരു കാര്യം പറയുമ്പോൾ അല്ലാഹുവിലുള്ള പ്രത്യേകമായ അനുമതി പ്രകാരമാണ് പറയുന്നതും ചെയ്യുന്നതെന്നും വിശ്വസിക്കുന്ന സുന്നികൾ. ആ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപ്പാപ്പയായ സർവ്വ പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ സർവ്വ അമ്പിയാക്കളെയും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ മുഹത്തലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ. പടച്ചറബേ, ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, ഈ സംസാരിക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിലൊന്നുമില്ല. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകളും വന്നുപോയെങ്കിൽ ഞങ്ങളുടെ സമ്പാദ്യം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അല്ലാഹ് അവിടുത്തെ മദ്ഹ് പറഞ്ഞതാണ്. അല്ലാഹ് അവിടുത്തെ പഠിപ്പിച്ച ദീൻ ഹഖായ നിലക്ക് ഞങ്ങൾ അറിവനുസരിച്ച് വിവരിച്ചതാണ്. അല്ലാഹ് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാനിപ്പോ ഓതിയത് മുഹീദ്ദീൻമാരല്ല, മഖൂസ് മൗലിദല്ല, ഖുർആനാണ്. അല്ലാഹ് സത്യം ചെയ്ത് പറയുന്നു, വന്നജിബീനാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ. നിങ്ങളെ സാഹിബ് മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പിഴവും പിഴച്ചിട്ടില്ലേ ഇല്ല. വമാ ഗവാ, അവിടുന്ന് പിഴക്കുന്ന വിഷയമേ ഇല്ല, പിഴവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അവിടുന്ന് തടീച്ചയനുസരിച്ച് സംസാരിക്കൂല. പടച്ചറപ്പിന്റെ അടുക്കൽ നിന്നുള്ള വഹ്യി മുഖേനയല്ലാതെ അവിടുന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ അസക്തികമായി പറയുമ്പോൾ, സുഹൃത്തുക്കളെ, എന്ന ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലാഹ് ഹലാലാക്കിയത് റസൂലുള്ളാഹി ഹറാമാക്കിയത് ജൂത പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ആ ദുഷിച്ച റസൂലുള്ളാഹിന്റെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് അൽ-മനാറിൽ എഴുതിയത്, ഹലാലിനെ ഹറാമാക്കുക എന്നത് ജൂത പണ്ഡിതന്മാരുടെ സ്വഭാവമല്ലേ? അതുണ്ടെന്നല്ലേ ഹലാലിനെ ഹറാമാക്കിയത് ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം വെച്ച് ആയത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ അവരതാ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പിഴച്ചുപോയി വീക്ഷണങ്ങളിലും നയങ്ങളിലും
പിഴച്ചുപോയി എന്ന് വാദിച്ചില്ലേ? ഇനിയും ആ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് മരിക്കാൻ തമ്മിൽ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി ഭിന്നിച്ച് എല്ലാ സ്ഥലത്തും തമ്മിലടിക്കുമ്പോഴും അതിന്റെ പിന്നിൽ തന്നെ നിന്നിട്ട് മരിക്കാൻ ഒരുങ്ങുന്ന വല്ല ആശയക്കാരുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരോട് മനസ്സിന് സഹതാപമേ ഉള്ളൂ, മനസ്സിന് വിഷമമേ ഉള്ളൂ. പടച്ചറബേ, അറിവില്ലാതെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ കുടുങ്ങിപ്പോയ മുഴുവൻ ആളുകൾക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത്, അവർക്ക് നീ തഖ്വയുടെ ഈമാനിന്റെ വെളിച്ചം കൊടുത്ത് നിന്റെ മഹാന്മാരെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാഹ്. ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കതിന്റെ ആവശ്യവുമില്ല. ചേതിന്റെ ദീന് പഠിച്ചത് തുറന്നു പറയൽ നീ നിർബന്ധമാക്കിയ ഒരു അമലാണ്. അത് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ടല്ലോ അല്ലാഹ്. അത് ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ അമലുകളും സദസ്സുകളും സ്ഥാപനങ്ങളും സംഘടനകളും നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാഹ്. എന്റെ വാക്കുകൾ നിർത്തുന്നു. സുഹൃത്തുക്കളെ, പ്രസംഗിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്.